പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. നമ്മുടെ ജീവിതത്തിൽ നാം നാളിതുവരെയും പ്രതീക്ഷിക്കാത്ത, നാളിതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു നല്ല സുപ്രഭാതം ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. ഈ പ്രഭാതത്തിലും നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്ന ഈ അവസരത്തെ ഓർത്ത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് നന്ദി കരയറ്റുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രഭാതം മുതൽ നമ്മൾ തുടങ്ങിയ ഒരു ചിന്താ വിഷയമാണ്, ഒരു പഠന വിഷയമാണ്. അത് മറ്റൊന്നുമല്ല, പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്ന ഒരു പ്രമേയമാണ്. അപ്പം അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു. ഈ പ്രഭാതത്തിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഈ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകതകൾ എന്താണ്? പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന്, ദൈവത്തിൻ്റെ കൃപയെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ് ഈ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിപ്രധാനമായ ഒരു ചിന്താവിഷയം, രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെയാണ് നാം കരസ്ഥമാക്കുന്നത്. ഇനി ഇതിലെല്ലാം ഉപരി നമ്മുടെ നേതൃത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആണ് നമ്മുടെ നേതൃത്വം നൽകുന്നത്. എന്നാൽ നാം എല്ലാവരും അറിയേണ്ട മറ്റൊരു മർമ്മപ്രധാനമായ വിഷയം, ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവായിരിക്കണം പുതിയ നിയമ വിശ്വാസികളുടെ ആരാധ്യ പുരുഷൻ. യേശു ക്രിസ്തുവായിരിക്കണം പുതിയ നിയമസഭയുടെ തല. യേശു ക്രിസ്തുവായിരിക്കണം നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടുള്ള ഒരു നിയമമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ആ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷക്കാർ ആരുടെ ശുശ്രൂഷക്കാരാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ആരുടെയാണ്? നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരാണ്. അതുകൊണ്ടാണ് നാം ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ നമ്മെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ യോഗ്യരാക്കി. അക്ഷരത്തിൻ്റെതല്ല, ആത്മാവിൻ്റെ ആ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ, അതായത് മുൻപേ നമ്മൾ പറഞ്ഞതുപോലെ കൊരിന്ത്യർ ലേഖനത്തിൽ ശുശ്രൂഷയുടെ പരമപ്രധാനമായ വിഷയങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ, പഴയ നിയമം പ്രധാനമായും ന്യായപ്രമാണത്തെയും കൽപ്പനകളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പം പഴയ നിയമത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ന്യായപ്രമാണത്തെയും കൽപ്പനകളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കപ്പെട്ട ദൈവകൃപ, വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നിവയാണ് അടിസ്ഥാനമാക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ട ദൈവകൃപ, പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കൃപയും
സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകർ എങ്ങനെയുള്ളവരായിരിക്കണം? ആത്മാവിൽ ബലപ്പെട്ട് കൃപമേൽ കൃപയാർജിച്ചവരായിരിക്കണം. അത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരും വിശ്വാസത്തിനു വേണ്ടി അടരാടുന്നവരും വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നവരുമായിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇനി ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്താണ്? അതാണ് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ്. പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഒന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. പ്രീച്ച് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം, ഒരു ഒബ്ലിഗേഷനാണ് ദൈവം നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദ ഗ്രേറ്റ് കമ്മീഷൻ, അന്ത്യ കൽപ്പന നമുക്കറിയാം. കർത്താവ് പറഞ്ഞത് പോകുവീൻ, ഗോ ആൻഡ് പ്രീച്ച്, പോകുവീൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കൊരു ചലഞ്ച് നമ്മുടെ മുൻപിൽ വെക്കാം. നമ്മുടെ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണെങ്കിൽ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് തടസ്സവാദഗതികളുടെ നടുവിലും സുവിശേഷം ശക്തമായി പറയുവാൻ നമ്മെ ഒന്ന് സജ്ജരാക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പ്രഭാതത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.